ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യാപക റെയ്ഡുമായി ഇഡി. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു എന്നിവരുടെ വീടുകൾ, ദേവസ്വം ബോർഡ് ആസ്ഥാനമടക്കം 31 ഇടങ്ങളിലാണ് പരിശോധന. സ്മാർട്ട് ക്രിയേഷൻസിലും ഗോവർദ്ധന്റെ വീട്ടിലും പരിശോധന തുടരുകയാണ്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പരിശോധന നടത്താത്തതിന്റെ കാരണം ഇഡി വിശദീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഒരേ സമയം 31 ഇടങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചത്. ഇഡിയുടെ കൊച്ചി, കോഴിക്കോട്, ചെന്നൈ, ബംഗളൂരു എന്നീ യൂണിറ്റുകളിൽ നിന്നായി 100-ലധികം ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണ കവർച്ചയിൽ നിന്നും ആരൊക്കെ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രതികളുടെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം കണ്ടെത്തിയാൽ അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമവും ഇഡി നടത്തുന്നുണ്ട്. SIT അറസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ ഇഡി പരിശോധന നടത്തിയിട്ടില്ല. അതിനിടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിലും നെയ് വിതരണത്തിലുമടക്കം ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പുറമെ വാദ്യവാഹന കൈമാറ്റത്തിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ